മോഹം തേടി ശാപമേറ്റ എന്നെ വിട്ട സ്നേഹം മായാലോകത്തിൻ മോഹം തേടി ശാപമേറ്റ എന്നെ വീണ്ട സ്നേഹം എന്നെ തേടിയ ദിവ്യ സ്നേഹം എന്നിൽ പെരുകും സ്നേഹം എന്നെ നേടിയ ദിവ്യ സ്നേഹം എന്നിൽ പെരുകും സ്നേഹം സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദേവാദിദേവനെ രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ ദേവാദിദേവനെ രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. ഓക്കെ, നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ദിവ്യവചനത്തിലൂടെ അങ്ങയുടെ ശ്രേഷ്ഠത എത്രമാത്രം വലുതാണ്, അങ്ങ് ചെയ്ത പ്രവൃത്തികൾ എത്ര വലുതാണ്. ഇത് ഞങ്ങൾ ദൈവമേ എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവമേ ഈ ലേഖനം ഞങ്ങൾ എത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും അതിനുവേണ്ടി ദൈവമേ ഞങ്ങൾ അതിലേക്ക് ഞങ്ങൾ ശ്രദ്ധാപൂർവം ദൈവം മനസ്സിലാക്കുവാൻ ഞങ്ങൾ പഠിക്കുവാനായിട്ട് അതിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ കൃപ കൂടിയിരുന്നുകൊണ്ട് ഞങ്ങൾ സഹായിക്കണമേ. ദൈവമേ കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ദൈവം അങ്ങയുടെ ശ്രേഷ്ഠതകൾ കൂടുതലായിട്ട് ദൈവമേ വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാക്കി ദൈവം ഞങ്ങളുടെ രാജാവിനെ കൂടുതൽ അതിനനുസരിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കണം. എല്ലാ നന്മകൾക്കും നന്ദി. ഈ പഠനം ക്രമീകരിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് നന്ദി. രക്ഷിതാവ് യേശുവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ മുഖവരിയിൽ ചില കാര്യങ്ങൾ നമ്മൾ കടന്നു പോവുകയാണ്, ചിന്തിക്കുകയാണ്. ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എബ്രായ ലേഖനം എഴുതിയ എഴുത്തുകാരൻ്റെ പേര് നമുക്ക് അവിടെ കാണാൻ സാധ്യമല്ല. എങ്കിലും വായനക്കാർക്ക് സുപരിചിതനായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 13-ാം അധ്യായം 18 മുതൽ 24 വരെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അതുപോലെ തിമോത്തിയോസിനെ ലേഖകനോടുണ്ടായിരുന്നതായ ആ ഒരു അടുപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അദ്ദേഹം ഈ ലേഖകനോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിലെ 23-ാം വാക്യത്തിൽ പറയാണ്, സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിയുവിൻ, അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. അതുപോലെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 13-19 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഒരു തിമോത്തിയോസിനോട് ഒരു അടുപ്പമുണ്ടായിരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ചിലരിൽ അവിടെ പ്രത്യേകിച്ച് യെരുശലേമിലേക്ക് പോകുമ്പോൾ, എഫെസസ് പട്ടണം വിട്ടുകൊണ്ട് യെരുശലേമിലേക്ക് പോകുന്ന യാത്രയിൽ ചില ആളുകൾ പൗലോസിന്റെ കൂടെ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ തിമോത്തിയോസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് അവിടെ വായിക്കുമ്പോൾ, എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, മുഖവരയിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ നിന്ന് റോമിലേക്ക് പൗലോസ് അതായത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തിമോത്തിയോസിനെ അയക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും
കൊലോസിയിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായി അവർക്ക് എഴുതുന്നത്. അപ്പോൾ അവിടെ നിന്ന് എഴുതുന്ന എഴുത്തിൽ പൗലോസിനൊപ്പം തിമോത്തിയോസും ഉണ്ട് എന്ന് കാണിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് റോമിലേക്ക് പൗലോസിനെ പിന്നീട് അനുഗമിക്കുന്നതായിട്ട് ഫിലിപ്പിയിലെ 2-ാം അധ്യായം 19-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പം അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ന്റെ 19 വാക്യവും 24 വാക്യവും. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവ് യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല എന്ന് പറയാണ്. കൂടാതെ അതിൻ്റെ 24 വാക്യത്തിൽ ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം തടവിൽ കൂടാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ തിമോത്തിയോസിനെ വേഗത്തിൽ അയക്കാം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ എബ്രായ ലേഖനം 13-29-19 വാക്യങ്ങളിലെല്ലാം നമ്മൾ വായിക്കുമ്പോൾ തിമോത്തിയോസും ഒരുമിച്ച് യെരുശലേമിലേക്ക് മടങ്ങുവാനൊരു പ്ലാൻ ചെയ്തതായിട്ട് തോന്നുന്ന വിധത്തിലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഏകദേശം നമുക്ക് ഇന്ന ആളാണ് പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ചില സൂചനകളിലൂടെ നമുക്ക് ഇപ്രകാരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. എങ്കിലും നമുക്കതിനെ ഇന്ന ആളാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധ്യമല്ല. എഴുതിയ കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ AD 61 മുതൽ 63 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആകാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഹാലിസ് ബൈബിൾ ഹാൻഡ്ബുക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന തെളിവുകളാണ്. AD 62 യെരുശലേം സഭയുടെ മൂപ്പനായിരുന്ന യാക്കോബ് കൊല്ലപ്പെടുകയാണ്. നമുക്ക് ഗലാത്യ ലേഖനം അതിൻ്റെ 1-19 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതിനു മുമ്പായിട്ട് എഴുതിയ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ യെരുശലേം സന്ദർശനത്തെ കുറിച്ച് പറയുന്നത് തന്നെ കർത്താവ് വിളിച്ചതിന് ശേഷം താൻ 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയതിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ സഹോദരനായ യാക്കോബിനല്ലാതെ മറ്റു ആരെയും താൻ കണ്ടില്ല എന്നത് പറയുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് പൗലോസ് യാക്കോബിനെ യെരുശലേമിൽ വെച്ച് കണ്ടതിനെ കുറിച്ചൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ യാക്കോബ് ഏകദേശം AD 62 അദ്ദേഹം യെരുശലേം സഭയുടെ മൂപ്പനായിരുന്നു. കർത്താവിന്റെ സഹോദരനാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യാക്കോബിന്റെ മരണത്തെ തുടർന്ന് ആ സഭയിലുള്ള വിശുദ്ധന്മാര് പുതിയ നിയമ അടിസ്ഥാനത്തിലുള്ള ആത്മീയ ജീവിതം നയിക്കുന്നതിന് നമുക്കറിയാം, പഴയ നിയമത്തിന്റെ കാണിക്കുന്ന അതിന്റെ സകല തെളിവുകളോടും കൂടെ ആ സമയത്തും യെരുശലേം ദേവാലയം അവിടെ നിൽപ്പുണ്ട്. അവിടെ യാഗങ്ങൾ അർപ്പിക്കപ്പെടുന്നുണ്ട്, പൗരോഹിത്യ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അവിടെ മൃഗയാഗങ്ങൾ വീണ്ടും വീണ്ടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കർത്താവ് കീറിക്കളഞ്ഞ തിരശീല ദൈവം സ്വർഗത്തിലെ ദൈവം മേൽത്തൊട്ട് അടിവരെ കീറിക്കളഞ്ഞതായ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തെ മറയ്ക്കുന്നതായ തിരശീല ദൈവം കീറിക്കളഞ്ഞു. പക്ഷേ വീണ്ടും 40ഓളം വർഷങ്ങൾ വീണ്ടും യെരുശലേമിൽ യാഗങ്ങൾ അർപ്പിക്കപ്പെടുകയാണ്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതനെ ആണ്ടിൽ ഒരിക്കൽ മഹാപാപ പരിഹാര ദിവസം എന്നുള്ള ആ പേരിൽ വീണ്ടും രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന കർട്ടൻ അപ്പോഴും വേണം. അപ്പൊ അവരെ ദൈവം കീറിക്കളഞ്ഞതിന് വീണ്ടും അവര് ഒരുപക്ഷെ തുണി ചേർത്തിട്ടുണ്ടാകാം. ഇങ്ങനെ വീണ്ടും വീണ്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിന്റെ നടുവിൽ പുതിയ നിയമ അടിസ്ഥാനത്തിലുള്ള ആത്മീയ ജീവിതം നയിക്കുന്നതിന് ന്യായപ്രമാണ സംബന്ധമായ ആചാരങ്ങൾ പൂർണ്ണമായും വിട്ടുമാറി അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ആളുകൾ വിശുദ്ധന്മാരെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം എന്ന് ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് അവരെ പ്രബോധിപ്പിക്കുന്ന എഴുത്തുകളാണ് നമുക്ക് എബ്രായ ലേഖനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് AD 70 യെരുശലേം ദേവാലയം റോമൻ സൈന്യത്താൽ നശിപ്പിക്കുന്നതിന് മുമ്പ് അതുവരെ വളരെ ആവേശത്തോടുകൂടിയാണ് അവർ ആചരിച്ചു വരുന്ന മൃഗയാഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മൃഗയാഗങ്ങളുടെ രക്തം കൊണ്ട്, പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തങ്ങൾ കൊണ്ട് പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് ഈ ലേഖനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അപ്പം ദൈവം എല്ലാ കാലത്തേക്കും ആചരിക്കുവാൻ നൽകിയതല്ലായിരുന്നു എന്ന് അവിടെ സ്പഷ്ടമായിട്ട് അതിനെ തിരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴലാണ് എന്ന് ഇതെല്ലാം
നടക്കുന്നതെല്ലാം ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴലാണ്, പൗരോഹിത്യത്തിന്റെ നിഴലാണ്. അന്നത്തെ പൗരോഹിത്യം ദേവാലയ വാസ്തവത്തിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളുടെ നിഴലാണ്. ഇല്ലെങ്കിൽ ദേവാലയമാകട്ടെ, അവിടുത്തെ നടക്കുന്ന മൃഗയാഗങ്ങളാകട്ടെ, ശുശ്രൂഷകളാകട്ടെ, പൗരോഹിത്യമാകട്ടെ, അവിടെ നടക്കുന്ന ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അതിവിശുദ്ധ സ്ഥലമാകട്ടെ, ഇതെല്ലാം തന്നെ നിഴലായിരുന്നു. ആ നിഴലിലേക്കാണ് വീണ്ടും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഏകയാഗത്തിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്തിലൂടെ സകല കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചതിന് ശേഷവും, ദൈവം സൽഗുണപൂർത്തി വരുത്തിയതിന് ശേഷം, പാപങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വരുത്തിയതിനു ശേഷം, പെർഫെക്റ്റ് യാഗം യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ, ആ ഏകയാഗത്തിലൂടെ നടന്ന് അതിവിശുദ്ധ സ്ഥലത്ത് സ്വർഗത്തിൽ കർത്താവ് തന്റെ ആത്മീയ രക്തം തളിച്ചു. അവൻ ആട്ടുകൊറ്റന്മാരുടെയും പശുകിടാങ്ങളുടെ രക്തം കൊണ്ടല്ല, തന്റെ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് എന്നേക്കുമായി പ്രവേശിച്ച് എന്നേക്കുമുള്ള ആ വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് നമ്മൾ ഈ പുസ്തകം പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും പഴയ നിയമ യാഗങ്ങൾ, പഴയ നിയമ പൗരോഹിത്യം, പഴയ നിയമ ആലയം, പഴയ നിയമ മൃഗയാഗങ്ങൾ ഇതെല്ലാം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ നടുവിൽ വാസ്തവമായത് എന്താണെന്ന് വളരെ ശ്രദ്ധാപൂർവം ന്യായപ്രമാണത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഉൾക്കാഴ്ചയിൽ നിന്നുകൊണ്ട് എബ്രായ ലേഖനം വളരെ വ്യക്തമായിട്ട് അതിനെ ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയാണ്. കൂടാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോമാ ലേഖനം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളുകളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എഴുതിയത്. റോമാ ലേഖനം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുതിയപ്പോൾ എബ്രായ ലേഖനം യഹൂദന്മാരിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ട് എഴുതുകയാണ്. എല്ലാവർക്കും ഇത് പ്രയോജനമാണ്. എല്ലാ കാലത്തേക്കും ഈ രണ്ട് ലേഖനങ്ങളും പ്രയോജനകരമായ ലേഖനം തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചും അത് വാസ്തവമാണ്. നമ്മൾ ഈ പുസ്തകത്തിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതിന്റെ രൂപരേഖ നമുക്ക് ഇപ്രകാരമാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നിത്യം എടുത്തു കാണിക്കുന്നതാണ് ഒന്നാമത്തെ ഭാഗം. അത് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 1-ാം വാക്യത്തിന്റെ 1 മുതൽ ഇല്ലെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ യേശു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്, യേശുവിന്റെ ഔന്നത്യം പ്രവാചകന്മാരെക്കാളും ഉന്നതമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു കർത്താവ് ദൂതന്മാരെക്കാളും വലിയവനാണ്, അവന്റെ ഔന്നത്യം ദൂതന്മാരെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് കാണിക്കുകയാണ്. 3-ാമത് നമുക്ക് കാണാൻ സാധിക്കും യേശു മോശയേക്കാൾ വലിയവനാണ്. അതായത് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വരെ നമ്മൾ പരിശോധിച്ചാൽ യേശു മോശയേക്കാൾ വലിയവനാണ്. അതേപോലെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടത് യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നിത്യമാണ്. രണ്ടാമത് നമ്മൾ കാണുന്ന യേശുവിന്റെ ശുശ്രൂഷയുടെ മൂല്യം അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഔന്നിത്യം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അവിടെ 4-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 7-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ ഔന്നിത്യമാണ്. അവിടെ അതെടുത്ത് കാണിക്കുകയാണ്. വാസ്തവത്തിൽ ശ്രേഷ്ഠമേറിയ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ ഔന്നിത്യം എടുത്ത് കാണിക്കുന്ന ഭാഗമാണ് 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ 7-ന്റെ 28-ാം വാക്യം വരെ. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ യേശുവിന്റെ ഉടമ്പടിയുടെ ഔന്നിത്യമാണ് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 13-ാം വാക്യം വരെ. അപ്പൊ യേശുവിന്റെ ഉടമ്പടിയുടെ ഔന്നിത്യം നമുക്കവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. പഴയ ഉടമ്പടിയിൽ നിന്നും യേശുവിന്റെ ഉടമ്പടി എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്നാണ് അവിടെ എടുത്ത് പറയുന്നത്. കൂടാതെ യേശുവിന്റെ യാഗത്തിന്റെയും വിശുദ്ധ കൂടാരത്തിന്റെയും ഔന്നിത്യം, യേശുവിന്റെ യാഗം വാസ്തവത്തിലുള്ള വിശുദ്ധ കൂടാരം, അത് യെരുശലേമിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയണത്. പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠമാണ് പുതിയ നിയമം, പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠമാണ് ആ പുതിയ ഉടമ്പടി. കൂടാതെ യേശുവിന്റെ യാഗം അതിശ്രേഷ്ഠ യാഗമാണ്. കൂടാതെ അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു, ആ സത്യ കൂടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു തന്റെ സ്വന്തം രക്തത്താൽ. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ കൂടാരത്തിന്റെ ഔന്നിത്യം, യാഗത്തിന്റെ ഔന്നിത്യം ഒക്കെ എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമാണ് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 10-ന്റെ 18-ാം വാക്യം വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
അടുത്ത മൂന്നാമത്തെ ഒരു ഭാഗമാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ ഔന്നത്യം. ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ ഔന്നത്യം. പത്താം അധ്യായത്തിന്റെ 19 മുതൽ 13 അധ്യായത്തിന്റെ 25 വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ ഔന്നത്യത്തെ കുറിച്ചാണ് അവിടെ ലേഖകൻ അതിശ്രേഷ്ഠമായിട്ട് ഇത്രമാത്രം സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് എഴുതുന്നത്. അപ്പോൾ എഴുത്തുകാരൻ എഴുതുന്നത് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. എബ്രായ ലേഖനം 13 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, എബ്രായ ലേഖനം 13ന്റെ 24 വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അറിവ് കിട്ടുകയാണ് എവിടെ നിന്നാണ് എഴുതുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കണം, നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ, ഇറ്റലിക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഇറ്റലി അതായത് ഇറ്റലി ശരിക്കും റോമുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് റോമിൽ നിന്നാണ് ഇന്ന് അവിടെ നമുക്ക് ഒരു സൂചന ലഭിക്കുകയാണ്. ഈ ലേഖനം എഴുതിയ എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ എഴുതിയ എഴുത്തുകാരൻ ആരായിരുന്നാലും അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു രത്നം പോലെ അത്രത്തോളം അമൂല്യമായ ഒരു ലേഖനമാണ് എഴുതിയിരിക്കുന്നത്. അത്രമാത്രം പാണ്ഡിത്യമുണ്ട്. പഴയ നിയമത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. പുതിയ ഉടമ്പടിയെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വ്യക്തത ഉണ്ട്. ഇത് രണ്ടും നല്ലപോലെ താരതമ്യം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പുതിയ നിയമത്തിൻ്റെ മൂല്യം വളരെ ശക്തമായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ദൈവം പഴയ നിയമത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഴലായിട്ട് എന്തെല്ലാം ഉണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം പൊരുൾ എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ഇതെല്ലാം വ്യക്തമായി കാണിച്ചുകൊണ്ട് എഴുതുന്ന ഒരു അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് എബ്രായ ലേഖനം. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് എഴുതിയിട്ടുള്ളത്. വളരെ ക്രമീകൃതവും യുക്തിഭദ്രവും സമീകൃതവുമായ ഒരു മഹനീയമായ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ പുസ്തകത്തിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ, മുഖവരയിൽ അല്ലെങ്കിൽ അതിന്റെ രൂപരേഖയിൽ നമ്മൾ ചിന്തിച്ച പോലെ യേശുവിന്റെ ദൈവികത്വത്തെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മഹനീയമായ ഒരു തുടക്കത്തോടുകൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. യേശുവിന്റെ ദൈവികത്വം അതിശ്രേഷ്ഠമായിട്ടാണ് എടുത്തു കാണിക്കുന്നത്. പ്രത്യേകിച്ച് എബ്രായ ലേഖനം 1 മുതൽ 4 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയാണ്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെയും മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുന്നുണ്ട്. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പം യേശുവിന്റെ ദൈവികത്വം വളരെ ഉന്നതമായിട്ട് കാണിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ പറയുന്നത് അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണ്. തേജസ്സിന്റെ പ്രഭ എന്ന് പറയുമ്പോൾ സൂര്യന്റെ പ്രഭയും സൂര്യനെയും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. സൂര്യൻ എന്നുണ്ടോ അന്ന് മുതൽ അതിന്റെ പ്രഭയുമുണ്ട്. അതുപോലെ ദൈവത്തിന്റെ അവന്റെ തേജസ്സിന്റെ, അതായത് പിതാവിനെ കുറിച്ചും സ്വർഗീയ പിതാവിനെ കുറിച്ചും കാണും. അവന്റെ തേജസ്സിന്റെ പ്രഭയാണെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഒരു കുട്ടി ദൈവമാണ്, ഇല്ലെങ്കിൽ എപ്പോഴോ താൻ അല്ലെങ്കിൽ എല്ലാ സൃഷ്ടികളും ഉണ്ടാകുന്നതിന് മുമ്പേ താൻ ആദ്യമായി ഉണ്ടാക്കിയതാണ്, സൃഷ്ടിച്ചതാണ് എന്നൊക്കെ പറയുന്ന അനേക ആൾക്കാരെ നമുക്ക് കാണാം. യേശുവിനെ കുറിച്ച് അവൻ സൃഷ്ടിയാണെന്ന് പറയുന്ന അനേക ആൾക്കാരെ കുറിച്ചാണ്. പക്ഷെ നമുക്ക് നോക്കാം, സൂര്യൻ എപ്പോഴുണ്ടോ അതിനുശേഷം വന്നതല്ല പ്രഭ, അതെന്നോ
ആരംഭിച്ചു അന്നു മുതലുണ്ട് എന്ന് പറഞ്ഞില്ലേ. അവനവന്റെ തേജസ്സിന്റെ പ്രഭയാണ് യേശുവിനെ കുറിച്ച് ലേഖകൻ അത്ര സ്പഷ്ടമായിട്ട് കാണിച്ചിരിക്കുകയാണ്. കൂടാതെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ബൈബിളിലെ അതിഗംഭീരമായ ഒരു വാക്കാണ് ആദ്യം കാണുന്നത്, ദൈവം എന്നുള്ളത്. എലോഹീം, ആ വാക്ക് അതിഗംഭീരമായ ഒരു വാക്ക്. ഇതേ സ്പഷ്ടമായ ഇതേപോലെ പറയുന്ന മറ്റ് രണ്ട് ഭാഗങ്ങൾ ബൈബിളിൽ രണ്ട് പുസ്തകങ്ങളുണ്ട്. ഒന്ന് ഉൽപ്പത്തിയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഭാഗം ദൈവം എലോഹീം. കൂടാതെ യോഹന്നാന്റെ സുവിശേഷമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പുസ്തകം യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പം അതിഗംഭീരമായി പറയുന്ന ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച്, അവന്റെ മഹനീയമായ അവസ്ഥ, പ്രത്യേകിച്ച് യേശുവിന്റെ ദൈവികത്വം, ഒളിമങ്ങാത്ത അവിടുത്തെ മഹത്വം, സൃഷ്ടാവ് എന്നുള്ള അവസ്ഥ, പരിപാലകൻ എന്നുള്ള അവസ്ഥ, പ്രപഞ്ചത്തിന്റെ അവകാശി എന്നുള്ള അവസ്ഥ, ഇതെല്ലാം എടുത്തു കാണിക്കുന്ന ഒരു മഹനീയമായ പുസ്തകമാണ്, ഒരു മഹനീയമായ തുടക്കമാണ് എബ്രായ ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ. നമുക്ക് 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് യേശുവിന്റെ ഔന്നത്യം, അവന്റെ ദൈവികത്വം എത്രമാത്രം ശക്തമാണ്, എത്രമാത്രം വലുതാണ്. കൂടാതെ ദൈവത്തിന്റെ ഏറ്റവും മഹനീയമായ പ്രവൃത്തിയാൽ മനുഷ്യന്റെ പാപങ്ങൾ യേശു ഒരിക്കലായി പരിഹരിച്ചു, അല്ലെങ്കിൽ ശുദ്ധീകരണം വരുത്തി, മനുഷ്യന് നിത്യരക്ഷ വരുത്തി എന്നവിടെ പറഞ്ഞു. 3-ാം വാക്യത്തിൽ അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഒരു ഉയർത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും, അവിടെ നമുക്ക് കാണാം അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം, പരിഹാരം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ഈ പുസ്തകത്തിന്റെ അകത്തേക്ക് നമ്മൾ 7-ാം അധ്യായം, 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുകയാണ്. അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. മഹനീയമായ അവിടുത്തെ ആ രക്ഷയെക്കുറിച്ച് നമുക്ക്, അവന്റെ പാപപരിഹാരം, അവൻ എത്രമാത്രം അനുഗ്രഹമായ രീതിയിലാണ് താൻ ഒരു വീണ്ടെടുപ്പും പാപപരിഹാരവും യേശു വരുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതായത് 9-ാം അധ്യായത്തിന് 11-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ക്രിസ്തുവും വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അതിനുശേഷം നമുക്ക് കാണാം, അത് നിമിത്തം ആദ്യ നിയമത്തിൽ ലംഘനത്തിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട്, അത് ആട്ടോട്ടന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തമല്ല, ആ മരണമല്ല, ആദ്യ നിയമത്തിലെ ലംഘനത്തിലുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം, നിത്യമായ അവകാശങ്ങളാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആണ്. നമുക്ക് അനുഗ്രഹീമേറിയ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ പാപങ്ങൾക്ക് പരിഹാരം ഒരുക്കി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നൊക്കെ കാണിക്കുകയാണ്. അതിനെ ഈ ലോകത്തിൽ അവന്റെ ഔന്നത്യം വ്യക്തമായിട്ട് കാണിച്ചു തന്നുകൊണ്ടാണ് ലേഖനൻ ഇവിടെ ആരംഭത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായിട്ട് അവന്റെ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നത്യം കാണാം. അവൻ കൂടാതെ അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനാണെന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണെന്ന് കാണിക്കുന്നുണ്ട്.
അവൻ്റെ ദൈവികത്വം എത്രമാത്രം വലിയതാണ്, മോശയേക്കാൾ അവൻ എത്രമാത്രം ഉന്നതനാണ്. ഇതെല്ലാം നമുക്ക് പിന്നീടുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ ഓരോ ആഴ്ചകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം അല്ലെങ്കിൽ അവൻ മഹായാഗമായി തീർന്നതിലൂടെയും അവൻ വിശുദ്ധ കൂടാരത്തിൽ സത്യമായ കൂടാരത്തിലേക്ക് പ്രവേശിച്ചതിലൂടെയും യേശുവിൻ്റെ മഹനീയമായ യാഗത്തിലൂടെ എന്നേക്കുമുള്ള ആ വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ശ്രദ്ധയോടുകൂടി ഈ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ, ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് അതീവ ശ്രദ്ധയോടുകൂടി പഠിച്ച് നമുക്ക് തുടർന്ന് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. എത്രമാത്രം അതിശ്രേഷ്ഠമായിട്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ ആ ഉൾത്തലങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളെ എപ്പോഴും കൂടെ ഇരിക്കട്ടെ. അതിനെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ആഴമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം വീണ്ടും സഹായിക്കാം. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഉത്സാഹത്തോടെ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവം എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്